നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധക്കളത്തിന് പൂർണ്ണ വിരാമം കുറിച്ചുകൊണ്ട് ലോകം മുഴുവൻ കാത്തിരിക്കുന്ന ആ വമ്പൻ സമാധാന കരാറിൽ ധാരണയായിരിക്കുകയാണ്. കരാറിൽ ഒപ്പിടുന്നതടക്കമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അടുത്ത വെള്ളിയാഴ്ച, അതായത് ജൂൺ 19-ന് സ്വിറ്റ്സർലൻഡിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചരിത്രപരമായ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കും. എന്നാൽ വെറും 2 പേജ് മാത്രമുള്ള ഒരു അതിശക്തമായ ധാരണാപത്രത്തിലാണ് ഒപ്പിടുന്നതെന്നാണ് പുറത്തുവരുന്ന രഹസ്യ വിവരം. ഇതിന് പിന്നാലെ വരുന്ന 60 ദിവസത്തെ കടുത്ത നയതന്ത്ര ചർച്ചകൾക്ക് ശേഷമായിരിക്കും അന്തിമവും വിശദവുമായ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തുക. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മധ്യസ്ഥനായി നിന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ചേർന്നുണ്ടാക്കിയ മാസ്റ്റർ പ്ലാൻ അനുസരിച്ചാണ് വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ച് ഈ 2 പേജ് ധാരണാപത്രം ഒപ്പിടുന്നത്. ഈ 2 പേജിൽ എഴുതിയിരിക്കുന്നത് ലളിതവും എന്നാൽ അതീവ തന്ത്രപ്രധാനവുമായ കാര്യങ്ങളാണ്. കരാർ ഒപ്പിടുന്ന അന്ന് തന്നെ ഹോർമുസ് കടലിടുക്ക് ലോകത്തിലെ എല്ലാ കപ്പലുകൾക്കുമായി തുറന്നുകൊടുക്കും. അമേരിക്കയുടെ നാവികസേന ഉപരോധം പൂർണ്ണമായി പിൻവലിക്കും. എല്ലാ മുന്നണികളിലും യുദ്ധം അവസാനിപ്പിക്കും എന്നിവയാണ് ഈ 2 പേജുകളിലുള്ളത്. എന്നാൽ ഇതുകൊണ്ട് മാത്രം കാര്യം തീർന്നില്ല. ഈ 60 ദിവസത്തെ ഇടവേളയിലാണ് യഥാർത്ഥ കളി നടക്കാൻ പോകുന്നത്. ഇറാന്റെ കയ്യിലുള്ള യുറേനിയം ശേഖരം പൂർണ്ണമായി മാറ്റുന്നതും അവരുടെ ആണവ പദ്ധതികൾ എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതും ഉൾപ്പെടെയുള്ള കടുംപിടുത്തമുള്ള കാര്യങ്ങളിൽ ഈ 60 ദിവസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അന്തിമവട്ട ചർച്ചകൾ നടത്തി ധാരണയിലെത്തണം. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതായി പ്രഖ്യാപനം എത്തിയെങ്കിലും ഇറാനിലും കാര്യങ്ങൾ ശാന്തമല്ല. യുദ്ധം അവസാനിപ്പിക്കാൻ US നിർബന്ധിതരായെന്നാണ് ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അമേരിക്കയെ വിശ്വസിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യം ഇറാൻ ഭരണകൂടത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. അമേരിക്കയുമായി ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന നയതന്ത്രജ്ഞരും അമേരിക്കയെ വിശ്വസിക്കരുതെന്ന് പറയുന്ന തീവ്ര നിലപാടുകാരായ വിപ്ലവ ഗാർഡുകളും തമ്മിൽ ഇറാൻ ഭരണകൂടത്തിനുള്ളിൽ ഇപ്പോൾ വൻ ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് പടർന്നിരിക്കുകയാണ്. ധാരണയുടെ രഹസ്യവിവരങ്ങൾ ചോർത്തി നൽകിയ ഇറാൻ മാധ്യമങ്ങൾക്കെതിരെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി രംഗത്തെത്തിയത് വലിയ വിവാദമായിരുന്നു. ഇതോടെ ഇറാന്റെ ഔദ്യോഗിക മാധ്യമമായ ഫാർസ് ന്യൂസ് ഏജൻസി സ്വന്തം വിദേശകാര്യമന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തിറങ്ങുകയും അദ്ദേഹത്തിന്റെ നിലപാടുകൾ അമേരിക്കയ്ക്ക് ആയുധം നൽകുന്നതാണെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്തു. അവസാന നിമിഷം ഇറാനിലെ ഈ ആഭ്യന്തര ഭിന്നതകൾ ജൂൺ 19-ലെ ഒപ്പിടൽ ചടങ്ങിനെ ബാധിക്കുമോ എന്ന ആശങ്ക സജീവമാണ്. കരാർ യാഥാർത്ഥ്യമായാൽ അമേരിക്കയിൽ നിന്നും യുദ്ധ നഷ്ടപരിഹാരമായി വമ്പൻ ഫണ്ടുകളാണ് ഇറാന്റെ ഖജനാവിലേക്ക് ഒഴുകാൻ പോകുന്നത്. ഇതിനിടയിൽ ഇറാന് UAE $300 കോടി നൽകുമെന്നും ഖത്തർ വലിയ ഊർജ്ജ കരാറുകൾക്ക് ഒരുങ്ങുന്നുവെന്നുമുള്ള വാർത്തകൾ വന്നെങ്കിലും 2 രാജ്യങ്ങളും അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. എങ്കിലും അമേരിക്കയുമായിട്ടുള്ള ധാരണ പൂർത്തിയാകുന്നതോടെ ഇറാന്റെ സാമ്പത്തിക ഭദ്രത വർദ്ധിക്കുമെന്നത് ഉറപ്പാണ്. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കരാർ സ്ഥിരീകരിച്ചതിന് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രഖ്യാപനം. അതേസമയം ഇറാനെതിരായ ഉപരോധങ്ങൾ നീക്കാൻ തയ്യാറെന്ന് ബ്രിട്ടനും ജർമ്മനിയും ഫ്രാൻസും ഇറ്റലിയും അറിയിച്ചതായിട്ടാണ് റിപ്പോർട്ട്. ലബനൻ ഉൾപ്പെടെ മേഖലയിലെ സൈനിക നടപടികളെല്ലാം നിർത്തിവെക്കണം. ഇറാന് ചുറ്റുമുള്ള മേഖലയിൽ നിന്ന് US സൈന്യം പിന്മാറണം. ഇറാന്റെ പരമാധികാരത്തിലും ആഭ്യന്തര കാര്യത്തിലും അമേരിക്ക കൈകടത്തരുത്. അന്തിമ ചർച്ചകൾക്ക് മുൻപ് ഇറാന്റെ മരവിപ്പിച്ച വിദേശ സ്വത്തുക്കളുടെ പകുതി വിട്ടുകിട്ടണം. ഇറാന്റെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള ഉപരോധം പിൻവലിക്കണം. പുതിയ ഉപരോധങ്ങൾ പാടില്ല എന്നുമാണ് കരാറിലുള്ളത്. ഇറാൻ ഉടൻ തന്നെ ഹോർമുസ് കടലിടുക്ക് എല്ലാ വാണിജ്യ കപ്പലുകൾക്കും തുറന്നു കൊടുക്കുന്നു. സമാനമായി US ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ ഏർപ്പെടുത്തിയ നാവിക ഉപരോധവും നീക്കം ചെയ്യുന്നു. അന്തിമ ഉടമ്പടിയിൽ എത്തുന്നതുവരെ ഇറാനെതിരെ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തില്ലെന്ന് അമേരിക്ക സമ്മതിച്ചു. അന്തിമ ഉടമ്പടിക്ക് ശേഷം അമേരിക്കയുടെയും ഐക്യരാഷ്ട്രസഭയുടെയും ഇറാനുമേലുള്ള എല്ലാ ഉപരോധങ്ങളും അംഗീകരിച്ച സമയക്രമം അനുസരിച്ച് നീക്കം ചെയ്യും. നിശ്ചിത കാലയളവിലേക്ക് ഇറാനെതിരായ എണ്ണ ഉപരോധം അമേരിക്ക ഒഴിവാക്കും. ഇതിലൂടെ ഇറാന് എണ്ണ വിൽക്കാനും വാങ്ങാനും കഴിയും. മരവിപ്പിച്ച ഇറാന്റെ ആസ്തികളിൽ നിന്ന് $25 ബില്യൺ വിട്ടു നൽകാൻ US സമ്മതിച്ചിട്ടുണ്ട്. അയൽ രാജ്യങ്ങളുമായുള്ള സഹകരണത്തിലൂടെ നേരിട്ടുള്ള പണം കൈമാറ്റത്തിലൂടെയും സാമ്പത്തിക ക്രെഡിറ്റ് ലൈനുകളിലൂടെയുമാകും ഈ പണം വിട്ടു നൽകുക. പ്രാദേശിക സഖ്യകക്ഷികളുമായി ചേർന്ന് ഇറാനു വേണ്ടിയുള്ള പുനർനിർമ്മാണ വികസന പദ്ധതിക്ക് US രൂപം നൽകും. ഇത് 60 ദിവസത്തിനുള്ളിൽ ഇറാനുമായി ചർച്ച ചെയ്ത് അംഗീകരിക്കും.